തൃശൂർ കുതിരാനിൽ ഇറങ്ങിയ ഒറ്റയാനയെ കാട് കയറ്റാൻ വനംവകുപ്പിന്റെ ശ്രമം. വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിച്ച് ആനയെ കാട് കയറ്റി സോളാർ വേലി സ്ഥാപിക്കാനാണ് തീരുമാനം. ഇത് വിജയം കണ്ടില്ല എങ്കിൽ മയക്കുവെടി വെച്ച് ആനയെ പിടികൂടും. കാട്ടാന പ്രശ്നത്തിന് ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഡിഎഫ്ഒക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. ഇപ്പോൾ മന്ത്രി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ ഈ ഭാഗത്ത് കുതിരാനിലേക്ക് എത്തുകയാണ്. അവിടെ പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട്. കാട് കയറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ്. എപ്പോൾ വിളിച്ചാലും അവർ പാരാത്രിയാണേലും 12 മണിയാണേലും അവർ ഓടിയെത്തുന്നുണ്ട്. പിന്നെ അവര് മനുഷ്യരല്ലേ. എന്തോ ഞങ്ങൾക്ക് ഈ റോഡൊന്ന് സർവീസ് റോഡൊന്ന് ശരിയാക്കാൻ അതല്ല സാറേ പറഞ്ഞത്. ഈ റോഡ് നല്ല റോഡാ ഉപയോഗിക്കുന്നത്, അതല്ല പ്രശ്നം. ഇത് പഴയ ആള് പറഞ്ഞല്ലോ, പഴയ NH ആണിത്. ഇപ്പൊ ടണൽ വന്നപ്പോൾ ഈ റോഡിന്റെ അങ്ങ് എൻഡ് ടണൽ തുടങ്ങുന്നത് വഴുക്കം പറയും. MS ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, നേരിട്ട് മന്ത്രി എത്തിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ വനംവകുപ്പ് അവിടെ ചെയ്യുന്നത്? ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടുത്തെ ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി മന്ത്രി ചോദിച്ചറിയുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇവിടുത്തെ ഒരു ആളുകളുടെ ഒരു പ്രശ്നവും ഇവിടെ കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ആളുകൾ നേരിടുന്ന പ്രശ്നവും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് വനംവകുപ്പ് വാച്ചറെ ഇവിടെ കാട്ടാന ആക്രമിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ തന്നെ അവരുടെ ജീപ്പിന് നേരെയും കാട്ടാനയുടെ ആക്രമണമൊക്കെ തന്നെ ഉണ്ടായി. ഈ മേഖലയിൽ കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ആ തുരങ്കത്തിൻ്റെ ആ ഭാഗത്ത് പഴയ റോഡ് അടച്ച സമയത്ത്, അതായത് കുതിരാൻ തുരങ്കം കൃത്യമായി ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുശേഷം പഴയ NH അടച്ചിടുകയാണ് ഉണ്ടായത്. ഈ പഴയ NH അടച്ചിട്ടതോടുകൂടി ഇതിലൂടെ കാട്ടാനകൾ കുതിരാൻ തുരങ്കത്തിന് മുകളിലൂടെ കയറി ഈ ഭാഗത്തേക്കൊക്കെ തന്നെ വലിയ തോതിൽ എത്താൻ തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു ഒറ്റയാനാണ് ഇവിടെ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിയിരുന്നത്. ഈ ഒറ്റയാൻ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ഇവിടെയുള്ളവർക്കെല്ലാം തന്നെ രാത്രി സമയങ്ങളിലും മറ്റും ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ വലിയ പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വനംവകുപ്പിനെതിരെയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മന്ത്രിയുമായി അവർ സംസാരിക്കുന്നുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കാര്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല. അത് ഈ കൃത്യമായൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ കൃത്യമായ ഫെൻസിങ്ങും അതുപോലെ തന്നെ ഇതിലൂടെയുള്ള പഴയ പോലെ തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കണം എന്ന ഒരു ആവശ്യവുമാണ് ഇവിടെ മന്ത്രിയോട് ഇവിടുത്തുകാർ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകിയത്.